നമസ്കാരം, ഡെമോക്രസിയാണ് സ്വാഗതം. കുട്ടനാട്ടിൽ നിന്ന് മാറിയ വിവാദം ഇപ്പോൾ കയറിപ്പിടിച്ചത് കുറിഞ്ഞിനാട്ടിൽ. മണിയാശാൻ മന്ത്രിസഭാ സമിതിയിൽ നുഴഞ്ഞു കയറിയതിൽ പരക്കെ പുതിയ ദൗത്യം ജോയ്സ് ജോർജിനെ രക്ഷിക്കാനാണെന്ന് ഹസ്സനും മനസ്സിലാക്കി കളഞ്ഞു. വിവാദ സ്ഥലത്തെക്കുറിച്ച് തനിക്കുള്ള ആഴത്തിലുള്ള ജ്ഞാനം വെളിപ്പെടുത്തി ചെന്നിത്തല. ഇത് നോക്കാൻ മന്ത്രിമാരെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ജോയ്സ് ജോർജിന്റെ കയ്യേറ്റ ഭൂമി പട്ടയം റദ്ദാക്കിയ നടപടിയെ അത് തിരിച്ച് അദ്ദേഹത്തിന് പട്ടയം നൽകാൻ വേണ്ടി ഉള്ള ഒരു അന്വേഷണം ആണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. മൂക്കിൽ മുൻചുണ്ടിയുള്ള മുഖ്യൻ RSSകാർക്കെതിരെ കേസെടുക്കാത്തതിൽ മുരളീധരന് അമർഷം. എല്ലാ കാലത്തും പിണറായിന്റെ വിശ്വസ്തനായിരുന്ന കോഴിക്കോട് CPMന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ കൊല്ലാൻ നോക്കിയവർക്ക് RSSകാർക്കെതിരായിട്ട് കേസെടുത്തു. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ മുഖ്യൻ തന്നെ കണ്ടു പഠിക്കണമെന്നും മുരളി. ഒരു ചാനൽ സുഹൃത്ത് ഈ ക്യാമറ വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ തലേൻ്റെ മേലെ വെച്ചു. അപ്പൊ ഞാൻ പതുക്കെ തല ഇഞ്ചി വെച്ചപോലെ, സാറേ 1 മിനിറ്റ് സാറേ, ഞാനൊന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതോ മറ്റോ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചിരുന്നുവെങ്കിൽ ആ വെച്ചതിന്റെ 16 അന്ന് കഴിഞ്ഞു. ശശീന്ദ്രനെ മന്ത്രിയാക്കാൻ കുചേല യാത്ര നടത്തി പീതാംബരം മാഷ്. എല്ലാം പരിഹരിക്കാമെന്ന് വൈക്കത്തപ്പൻ. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. സീറ്റിന്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകും. ഞാൻ വിളിക്കാം. ലാൽ സലാം സഖാവേ. സത്യേട്ടം വളരെ ചുരുക്കി പറഞ്ഞു തുടങ്ങിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഇരുണ്ട മറ്റൊരു വശമുണ്ടെന്ന് ഏത് കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. തോമസ് ചാണ്ടി വിഷയം കഴിഞ്ഞതോടെ ഉയർന്നു വന്ന ജോയ്സ് ജോർജ് വിഷയവും എടുത്തു നോക്കാം. രണ്ടിലും വിഴുങ്ങിയത് ഭൂമിയാണ്. ഒന്ന് കായലും കരയും ഒരുമിച്ച് വിഴുങ്ങി, അതോടെ ചാണ്ടി പടിക്ക് പുറത്തായി. എന്നാൽ നല്ല പച്ചപ്പുള്ള മലയും ഉദ്യാനവും കൈവശം വെച്ചിരിക്കുന്ന ഇടുക്കി MPക്കെതിരെ നടപടിയെടുത്തതിൽ പിണറായി മുഖ്യന് നൊന്തു. അതോടെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ മുഖ്യൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനെയും വനം മന്ത്രി K രാജുവിനെയും നിയോഗിച്ചു. പിന്നെ ഇടുക്കിയല്ലേ സ്ഥലം, അങ്ങോട്ടുള്ള വഴിയൊക്കെ കാണിച്ചു കൊടുക്കാനും വെട്ടം തെളിയിച്ചു കൊടുക്കാനും നമ്മുടെ വൈദ്യുതി മന്ത്രി മണിയാശാനെ കൂടി ആ ടീമിൽ ഒന്ന് ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതും ഒരു മോശമായി പോകില്ലേ എന്ന് കരുതി പ്രതിപക്ഷ തല ഗർജിച്ചു. വരുന്ന വഴിക്ക് തൻ്റെ സ്ഥലമെങ്ങാനും അളന്ന് തിട്ടപ്പെടുത്തി പോകുമോ എന്ന ഭയത്തിൽ യൂത്ത് ഡീനും രംഗത്തിറങ്ങി. ചുരുക്കി പറഞ്ഞാൽ MM ഹസ്സൻ അടക്കം ഇതിനുള്ളിലെ കള്ളക്കളി മനസ്സിലാക്കി കളഞ്ഞു എന്നർത്ഥം. നീലക്കുറിഞ്ഞിയുടെ ആ ഉദ്യാനത്തിൻ്റെ ഇത് പരിശോധിക്കാൻ 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുക. റവന്യൂ വകുപ്പ് മന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും പുറമേ നമ്മുടെ മന്ത്രി MM മണിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള നിലയിൽ ആ മന്ത്രിയെ കൂടി, അതിലൊന്നും ഒരു അത്ഭുതമില്ല. കള്ളനെ താക്കോലേൽപ്പിക്കുന്ന പോലെയാണ് MM മണിയെ ഉദ്യാനത്തിൻ്റെ വിസ്തൃതി കുറയ്ക്കാനുള്ള തീരുമാനം ഏൽപ്പിക്കുന്നത്. ജോയ്സ് ജോർജ് മാത്രമല്ല, നിരവധി CPM നേതാക്കന്മാർ, CPMന്റെ ഏരിയ സെക്രട്ടറിയായ ലക്ഷ്മണനടക്കം അവർക്കെല്ലാം ഇവിടെ വ്യാജ പട്ടയത്തിലുള്ള ഭൂമിയുണ്ട്. അപ്പോൾ അവരെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നീലക്കുറിഞ്ഞി ഉദ്യാനത്തിൻ്റെ വിസ്തൃതി കുറയ്ക്കാനുള്ള ഇന്നലത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ഈ കാര്യത്തിൽ VS അച്യുതാനന്ദൻ്റെ നിലപാട് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഫൈനൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്ര ആണ് ഇതിനു വേണ്ടി നീക്കിവെക്കുന്നത് എന്ന് പറയാൻ കഴിയുള്ളൂ. അതിപ്പോൾ തന്നെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതിലിപ്പോൾ പുതിയ കാര്യമൊന്നുമില്ല. കുറിഞ്ഞി സാങ്ച്വറി അതിർത്തി പുനർനിർണ്ണയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്വേഷണത്തിന് വേണ്ടി മന്ത്രിമാർ തന്നെ നേരിട്ടിറങ്ങി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നടപടികൾ പൂർണ്ണമായി അവിടെ നിർത്തിവെപ്പിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കുറ്റക്കാരനായിട്ടുള്ള, നിയമത്തിന് മുൻപിൽ കുറ്റവാളിയായിട്ടുള്ള MPയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അതാണ് പറഞ്ഞത്. വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ, ഏതെങ്കിലും വീടുകളുണ്ടോ, ന്യായമായ ഉടമസ്ഥാവകാശമുള്ളവരുണ്ടോ,
ഇതൊക്കെ പരിശോധിച്ച് അവരെ സംരക്ഷിച്ചും നിലനിർത്തിയും ആശങ്ക അകറ്റിയും സാങ്ച്വറി സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. അതല്ലാത്ത മുൻവിധിയോടുകൂടി ആരും അതിനെ സമീപിക്കാൻ പോകുന്നില്ല. ഈ ജോയ്സ് ജോർജിന്റെ പട്ടയം റദ്ദാക്കിയത് അംഗീകരിക്കില്ല എന്ന് പരസ്യമായി യോഗത്തിൽ പ്രസംഗിക്കുകയും പട്ടയം റദ്ദാക്കിയ സബ് കളക്ടറെ പരിഹസിക്കുകയും ചെയ്ത മന്ത്രിയെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി പട്ടയം റദ്ദാക്കിയത് അന്വേഷിക്കാൻ, അദ്ദേഹം നടത്തിയത് കയ്യേറ്റമാണോ ഇല്ലയോ എന്നെല്ലാമുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണവും ഈ കോൺഫറൻസും എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്, തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കിയിലെ എല്ലാ കയ്യേറ്റങ്ങളുടെയും സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ആളാണ് ശ്രീ എം എം മണി ആശാൻ. അതായത് കയ്യേറ്റങ്ങളുടെ ഒരു ആശാൻ. അത് മാത്രമല്ല, റവന്യൂ വകുപ്പും വനം വകുപ്പും മന്ത്രിമാരെ വയ്ക്കുന്നത് മനസ്സിലാവും. ഈ CPI മന്ത്രിമാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിൽ മന്ത്രി എം എം മണിയെ കൂടെ വച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി മന്ത്രിക്ക് അതിനേക്കാളെല്ലാം വളരെ അസാധാരണമായൊരു നടപടിയല്ലേ. മന്ത്രിമാരാണോ പോയി ഈ ഭൂമിയുടെ വിസ്തൃത അളക്കുന്നതും നിശ്ചയിക്കുന്നതും? വനം വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ. ഇത് നോക്കാൻ മന്ത്രിമാരെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ജോയ്സ് ജോർജിന്റെ കയ്യേറ്റ ഭൂമി പട്ടയം റദ്ദാക്കിയ നടപടിയെ അത് തിരിച്ച് അദ്ദേഹത്തിന് പട്ടയം നൽകാൻ വേണ്ടി ഉള്ള ഒരു അന്വേഷണം ആണ്. അതിന് റവന്യൂ മന്ത്രിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കയ്യേറ്റങ്ങളെ ന്യായീകരിച്ച ഈ കയ്യേറ്റത്തെയും ന്യായീകരിച്ച ഒരാളെ കൂടി മന്ത്രി മണിയെ കൂടി വെച്ചത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. ഹസ്സൻ ഒരു മഹാകാര്യം കണ്ടുപിടിച്ചതോടെ താനും വലിയ മോശക്കാരനല്ല ഈ വിഷയത്തിലെന്ന ഗമയോടെ ചെന്നിത്തല ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഈ ഭൂമി വിവാദം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാകും ചെന്നിത്തലയ്ക്ക് ഇതേക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന്. ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് തന്നെ കോട്ടക്കമ്പിൽ ഉണ്ടായ എന്തോ അദ്ദേഹത്തിനും തിരുവഞ്ചൂർ ബാധയാണ് ഇപ്പോൾ. കെ മുരളീധരൻ MLA മുഖ്യ പിണറായിയുടെ വലിയ ഫ്രണ്ടൊക്കെ ആണെങ്കിലും പറയാനുള്ളത് എങ്ങനെയായാലും പറയും. അല്ല, മുരളീധരൻ പറയുന്നതിലും കുറേ ശരിയുണ്ട്. ഇവിടെ തന്നെ എത്ര പേർക്കെതിരെ കേസെടുക്കാനുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുത്തു, അതും BJP, RSS, ഹിന്ദു ഐക്യവേദി തുടങ്ങിയവരിൽ. എന്നിട്ട് പിണറായി സർക്കാർ അവർക്കെതിരെ എന്ത് ചെയ്തു? മോഹൻ ഭാഗവതിനെ ആഗസ്റ്റ് 5 പതാക ഉയർത്തിയല്ലോ, പ്രോട്ടോകോൾ ലംഘിച്ച് ഒരു സ്വകാര്യ വിദ്യാലയത്തിൽ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോ ഒരു മാർക്സിസ്റ്റ് MLA എന്നോട്, ഞാൻ MLA പേര് പറഞ്ഞത് ശരിയല്ല, കാരണം പേഴ്സണലായിട്ട് പറയുന്നതാണ്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ അറസ്റ്റ് ചെയ്തൊരു കുഴപ്പമുണ്ട്, ഞങ്ങളുടെ ഡൽഹി ഓഫീസ് അവരുടെ നടുവിലാണ്, അതുകൊണ്ട് ചിലപ്പോൾ അവിടെ മുഴുവൻ എറിയും, അതുകൊണ്ടാണ് ഞങ്ങൾ തൊടാത്തത്. സത്യം പറഞ്ഞ അപ്പൊ ഇവരാണോ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്? സ്വന്തം പാർട്ടി സഖാവിനെ കൊല്ലാൻ നോക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവര് എങ്ങനെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കും? അതുപോലെ തന്നെയാണ് ആ ശശികലയുടെ സ്ഥിതി. എന്തൊക്കെയാ പ്രസംഗിച്ച് നടക്കുന്നത്? RSSനെ കുറ്റം പറയുന്നവരൊക്കെ മൃത്യുഞ്ജയം കഴിച്ചോളാൻ പറഞ്ഞില്ലേ, അറസ്റ്റ് ചെയ്തോ? എന്തിനധികം പറയുന്നത്, കോടിയേരിയെ തെക്കോട്ടെടുക്കും എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുത്തു. എല്ലാ കാലത്തും പിണറായിന്റെ വിശ്വസ്തനായിരുന്ന കോഴിക്കോട് CPMന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ കൊല്ലാൻ നോക്കിയവർക്ക് RSSകാർക്കെതിരായിട്ട് കേസോ? സംഘപരിവാറിനെതിരായിട്ടുള്ള മാർക്സിസ്റ്റുകാരുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞത്, പകല് ന്യൂനപക്ഷങ്ങളുടെ കൂടെയും രാത്രി RSSന്റെ കൂടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇനി ഈ കാര്യമെങ്ങാനും ചോദിക്കാൻ ചെന്നാൽ മുഖ്യൻ പറയുന്നത് എല്ലാവരും കേട്ടതാണല്ലോ. എന്നാൽ ഈ വിഷയത്തിൽ മുരളീധരൻ ഉദാര മനസ്കനാണ്. മാധ്യമങ്ങളെ തൻ്റെ തോളിലല്ല തലയിൽ കയറ്റാനും സമ്മതിക്കും മുരളീധരൻ. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന പത്രക്കാരോട് കിടക്ക് പുറത്ത് മാറി നിൽക്കും. ഇതൊക്കെ പര്യായ പദങ്ങളാണ് മലയാള ഭാഷയിൽ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്തെല്ലാം പറഞ്ഞു? ഇന്നത്തെ UDFന്റെ മന്ത്രിമാരെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് എന്തെല്ലാം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു? ഞങ്ങൾ ആരും അങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? എന്തിനേയും പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഷർട്ടിന്റെ മേലെ ഈ ചാനലുകാരന്റെ ഒരാളുടെ മൈക്ക് തട്ടിയതിന്റെ പേരിൽ ഒരു SIക്ക് സസ്പെൻഷൻ. ചാനലുകാരന്റെ മൈക്ക് ഇപ്പൊ നമ്മളൊക്കെ ഇറങ്ങുമ്പോ വന്ന് നിൽക്കുമല്ലോ, നിരന്ന് നിൽക്കുമല്ലോ. അങ്ങനെ നിരന്ന് നിന്നപ്പോ
ഒരു മൈക്ക് തട്ടിയ SIയോട് ചോദിക്കുകയാണ് എനിക്ക് എന്താ അവിടെ പണി. അവസാനം SIക്ക് സസ്പെൻഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർക്കുകയാണ്, ഒരു 4 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജനസമ്പർക്ക പരിപാടി നടക്കുകയാണ് തിരുവനന്തപുരം. ഒരു 3 മണിയായിട്ട് ആളുകളുടെ പ്രവാഹം നിൽക്കുന്നില്ല, എല്ലാവരും സ്റ്റേജിലേക്ക് ഇങ്ങനെ വരിക. അവസാനം ഒരു ഘട്ടം എത്തിയപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ താഴേക്ക് ഇറങ്ങി വരാം. പതിയെ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ MLA-മാരൊക്കെ സ്റ്റേജിലും ഞങ്ങളും താഴെ. ഇങ്ങനെ മുഖ്യമന്ത്രി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ നിവേദനം വാങ്ങുക. ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ ഒരു ഖനം എന്തോ തലയിൽ വെച്ച പോലെ. ഞാൻ നോക്കുമ്പോൾ ഒരു ചാനൽ സുഹൃത്ത് ഈ ക്യാമറ വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ തലേൻ്റെ മേലെ വെച്ചു. അപ്പൊ ഞാൻ പതുക്കെ തല ഇഞ്ചി വെച്ചപോലെ സാറേ 1 മിനിറ്റ് സാറേ, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ആലോചിച്ചു, ഇതോ മറ്റോ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചിരുന്നുവെങ്കിൽ ആ വെച്ചതിന്റെ 16 അന്ന് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഒരു സംഘപരിവാറുകാരന്റെ അജണ്ട തന്നെയല്ലേ ഇവിടെ കേരളത്തിലുള്ളത്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ മാധ്യമങ്ങളെ പോലും ഒരു ഭരണകർത്താവ് ഭയപ്പെടുന്നു, മോഡിയും ഭയപ്പെടുന്നു, പിണറായിയും ഭയപ്പെടുന്നു. പണ്ടൊരു ചൊല്ലുണ്ട്, മടിശീലയിൽ ഖനമില്ലാത്തവന് വഴിയിൽ കള്ളനെ പേടിക്കണ്ടെന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും എന്തിനാ പത്രക്കാർ പേടിക്കുന്നു? രണ്ടുപേരും മൈക്കിന്റെ മുമ്പിൽ നടത്തുന്ന വാചക കസർത്ത്. പക്ഷെ കാരണം മൈക്കിന്റെ മുമ്പിൽ ഇപ്പൊ എന്ത് പറഞ്ഞാൽ ആരും തിരിച്ചു ചോദിക്കില്ല. ശശീന്ദ്രനെ മന്ത്രിയാക്കാനുള്ള പീതാംബരം മാഷിന്റെ കുചേല യാത്രയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം